മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണം മുടങ്ങി. കടകളിലേക്കുള്ള മണ്ണെണ്ണ വിതരണം 30% കുറച്ചതോടെ റേഷൻ വ്യാപാരികൾ സ്റ്റോക്ക് എടുത്ത് വിതരണം ചെയ്യുന്നത് അവസാനിപ്പിച്ചതാണ് കാരണം. സംസ്ഥാനത്തിനുള്ള കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. സർക്കാർ ഡോർ ഡെലിവറിയിലൂടെ മണ്ണെണ്ണ കടകളിൽ എത്തിച്ചാൽ വിതരണം ചെയ്യാമെന്ന നിലപാടിലാണ് വ്യാപാരികൾ. നമ്മൾ കറണ്ട് പോയാൽ വിളക്ക് എത്തിക്കാണ്ട് മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണ എത്തിയില്ല അവർ പറയുന്നത്. ഇവർ 2 ദിവസം അത് പോയതപ്പോൾ അത് അരിവായി മണ്ണെണ്ണ ഇല്ലാതെ നിൽക്കുക. 200 ലിറ്റർ മണ്ണെണ്ണ വിതരണം ചെയ്യേണ്ട റേഷൻ കടകൾക്ക് ലഭിക്കുന്നത് 60 ലിറ്റർ മണ്ണെണ്ണ മാത്രം. നഷ്ടം സഹിച്ചും മണ്ണെണ്ണ കടയിലെത്തിച്ച് കുറച്ചു പേർക്ക് മാത്രം നൽകിയാലും തർക്കങ്ങൾക്ക് കാരണമാകും. ഇതോടെ മണ്ണെണ്ണ വിതരണം റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സമിതി അവസാനിപ്പിച്ചു. ഈ വളരെയധികം കുറച്ച മണ്ണെണ്ണ കടകളിൽ എത്തിക്കാൻ അത്രയും കൂലിച്ചെലവ് വരുന്നുണ്ട്. ഈ മൊത്ത വ്യാപാരികൾ അവരുടെ നഷ്ടം കാരണം കേരളത്തിലെ ഡിപ്പോകൾ പൂട്ടിക്കഴിഞ്ഞു. അപ്പം കോഴിക്കോട് ജില്ലയിൽ തന്നെ താമരശ്ശേരിയുള്ളവർ കോഴിക്കോട് വന്നെടുക്കണം. അതുപോലെ തന്നെ കൊയിലാണ്ടിയുള്ളവർ വടകര ഡിപ്പോയിലോ കോഴിക്കോടോ വന്നെടുക്കണം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് അത് കടയിന് മുന്നിൽ ഡോർ ഡെലിവറി എത്തിക്കാൻ ഞങ്ങൾ പറയുന്നുണ്ട്. ആ ഡോർ ഡെലിവറി എത്തിച്ചാൽ ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ്. 3 മാസത്തിലൊരിക്കൽ പിങ്ക് കാർഡിന് 1/2 ലിറ്ററും മഞ്ഞ കാർഡിന് 1 ലിറ്ററും വീട് വൈദ്യുതീകരിക്കാത്ത കാർഡുകാർക്ക് 6 ലിറ്ററുമാണ് മണ്ണെണ്ണ വിതരണം ചെയ്തിരുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.